പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ കാൽവറി മീറ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചകളിൽ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലെ പരാജയങ്ങളും വിജയവും എന്ന വിഷയത്തെക്കുറിച്ച് നാം ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് MC ചെറിയാൻ കൊട്ടാരക്കര അവറുകൾ ആ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആഴ്ചയും അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം ഇന്ന് രാത്രി പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ, വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരെ ഞങ്ങളുടെ മധ്യത്തിൽ ഒരുക്കിയതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ചിന്തിപ്പാനും കൃപ തന്ന് സഹായിക്കണം. അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ സ്തുതിപ്പാനിടയാകണമേ. ശ്രേഷ്ഠമായ വചനങ്ങൾ പഠിച്ച് ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മളോടൊപ്പം ഡാനി ചേത്തക്കൽ അവറുകളുണ്ട്. പ്രിയ മകളിൽ നിന്നും ഒരു ഗാനം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. സുജിത് കൊട്ടാരക്കര അവറുകൾ കീബോർഡ് വായിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായൊരു ഗാനം കേൾക്കുന്നതിനായിട്ട് ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അഴലേറും ജീവിതമരുവിൽ എന്ന് തുടങ്ങുന്ന സുപരിചിതമായൊരു ഗാനം. ആ ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ
കരുതുക വേണ്ടതിൽ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ തളരുകയോ ഇനി സഹജേ. ഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായൊരു ഗാനം നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസ ക്രിസ്തീയ ജീവിതത്തിലെ വിജയവും പരാജയവും അതിൻ്റെ 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞ നാളുകളിൽ കേൾക്കുവാനായിട്ടിടയായി. അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നാം കിടക്കുകയാണ്. എല്ലാ ബഹുമാനത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ ദാസൻ MC ചെറിയാൻ അവറുകളെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവറി മിനിസ്ട്രിയുടെ ബൈബിൾ സ്റ്റഡി എന്ന പരമ്പരയിൽ 4ാമത്തെ ക്ലാസ് ഇന്ന് തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വലിയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായിരിക്കുന്ന സ്നേഹ എന്ത് എന്നുള്ളത് അറിയുവാനും ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയവും അതിൻ്റെ പരാജയവും എന്ത് എന്ന് മനസ്സിലാക്കുവാനും ഇടയായി തീർന്നു. കേട്ടതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പഠന പരമ്പര ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മളുടെ മുൻപിൽ നമുക്ക് കേൾക്കുവാനുള്ളതായിരിക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എന്നുള്ളതാണ്. പരാജയം ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്നാൽ അവയെ അതിജീവിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നല്ലവനായിരിക്കുന്ന കർത്താവിൻ്റെ ആ പ്രത്യേകമായിരിക്കുന്ന നന്മയും ആ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹവും ജീവിതത്തിൽ നമുക്ക് പകർത്തിയെടുക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയത്തിൽ നിന്ന് ക്രിസ്തീയ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ കൊണ്ടും ഇടയായി തീരുകയുള്ളൂ. ആ വിജയമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ സോപാനത. അതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ പ്രത്യേകതയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം നോക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ ഉള്ളായിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് വായിച്ച് ആ വാക്കുകളിൽ നിന്ന് ഇന്നത്തെ പഠനം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെ ഉള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിനും
അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിത്തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടുവാൻ ഉള്ളതായിരിക്കുന്ന വഴികൾ വളരെയുണ്ട്. എന്നാൽ വിജയിക്കുവാനുള്ളതായിരിക്കുന്ന വഴികൾ അതിലും അപ്പുറമായിട്ടുണ്ട്. അവ എന്ത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കുന്ന വിഷയം ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എന്നുള്ളതാണ്. ആ ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പരിവർത്തനത്തിന് മുൻപ് ക്രിസ്തു ഇല്ലാതെയുള്ളതായിരിക്കുന്ന ജീവിതം പരാജയത്തിൻ്റെ ജീവിതമായി മാറുവാൻ്റെ കൊണ്ടും ഇടയായിത്തീരും. അങ്ങനൊരു പരാജയത്തിൻ്റെ ജീവിതത്തിലേക്കല്ല വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ ആക്കി തീർക്കുന്നത്. എന്തുകൊണ്ടാണ് പരാജയം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കുവാനായിട്ടുണ്ട്. ഒന്ന്, നമ്മളുടെ മരിച്ച ജീവിതം. ക്രിസ്ത്യ ജീവിതം ഒരിക്കലും മരിച്ച ജീവിതമായി മാറരുത്. മരണത്തിന് പിന്നെ ഒന്നും ചെയ്യുവാൻ്റെ കൊണ്ടം കഴിയുകയില്ല. അത് നിർജീവമാണ്. ആ നിർജീവമായിരിക്കുന്ന അവസ്ഥയല്ല നമ്മളുടെ ജീവിതം. ജീവിതത്തിൻ്റെതായിരിക്കുന്ന ത്വരിതമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് മരിച്ചത്? ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 2. അതാണ് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും ആണ് മരിച്ചത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും നിറഞ്ഞവരായി തീരുവാൻ്റെ കൊണ്ടും ഒരു വിശ്വാസിക്ക് ഇടയായി തീർന്നാൽ ആ വിശ്വാസി പരാജയത്തിൻ്റെ പടികുഴിയിൽ കൂപ്പുകുത്തുവാൻ്റെ കൊണ്ടും ഇടയായി തീരും എന്നുള്ളത് സംശയരഹിതമായിരിക്കുന്ന സംഗതിയാണ്. എന്നാൽ നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ പൈതലാണ്. ആ ദൈവത്തിൻ്റെ പൈതൽ മരിച്ച ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ പ്രത്യാശയിലേക്ക്, അതിൻ്റെതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന തുറമുഖത്തേക്ക് എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. അതിനാവശ്യമായിരിക്കുന്നത് അതിക്രമങ്ങളെ വിടുക എന്നുള്ളതാണ്. പാപങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരായി തീരുക എന്നുള്ളതാണ്. അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിതരായി തീരുവാൻ്റെ കൊണ്ടും ഇടയായി തീരുന്നില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം പരാജയത്തിൽ തന്നെ ആയിത്തീരുവാൻ്റെ കൊണ്ടും ഇടയായി തീരും. 3-ാമത്തെ കാര്യം, ലോകത്തിലുള്ള അനുസരണക്കേടിൻ്റെ മക്കളോട് ചേർന്ന് ചിലവഴിക്കരുത് ജീവിതം. നമ്മളുടെ ജീവിതം ലോകത്തിലുള്ളതായിരിക്കുന്ന അനുസരണക്കേടിൻ്റെ മക്കളിൽ മേൽ ആയിത്തീരുവാൻ ഒരിക്കലും ഇടയായി തീരരുത്. നമ്മൾ ദൈവമക്കളോട് ചേർന്നായിരിക്കണം നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ. ദൈവമക്കളോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ ഇടയായി തീരുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗമുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ എന്നോട് അടുത്തു വരിക, ഞാൻ നിങ്ങളോട് അടുത്തു വരാം. വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മുടെ എല്ലാ അനുസരണക്കേടിനെയും പിന്നിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് അടുത്തു വരുവാനായിട്ട് ഇതാ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി, ആ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ്റെ കൊണ്ടും ഇടയായി തീരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൻ്റെ പ്രത്യാശ മുഖത്തേക്ക് എത്തിച്ചേരുവാൻ്റെ കൊണ്ടും ഇടയായി തീരുന്നത്. അവിടെ പരാജയമല്ല, അവിടെ ഒരു വലിയ വിജയം തന്നെ കൈവരിപ്പാൻ്റെ കൊണ്ടും ഇടയായി തീരും എന്നത് സംശയമില്ലാത്തായിരിക്കുന്ന കാര്യമാണ്. 4-ാമത്തെ കാര്യം, ദൈവകോപത്തിന് പാത്രമായ ജീവിതം നമ്മളിൽ ഒരിക്കലും ആകരുത്. നമ്മൾ ദൈവയിഷ്ടത്തിന് പാത്രമായിരിക്കണം, ദൈവകോപത്തിന് പാത്രമാകരുത്. ദൈവകോപത്തിന് പാത്രമായാൽ ആ പാത്രം നിറയുന്നത് മുഴുവനും കണ്ണീരാണ്, ദുഃഖമാണ്, നെടുവീർപ്പാണ്, കഷ്ടതയാണ്. അതുമാത്രവുമല്ല, ജീവിതത്തിൻ്റെ പരാജയവുമാണ്. ജീവിതത്തിൻ്റെ പരാജയമല്ല, ജീവിതത്തിൻ്റെ വിജയമാണ് നമ്മൾക്ക് അനിവാര്യമായിരിക്കേണ്ടത്. അങ്ങനെ ജീവിതത്തിൻ്റെ വിജയം കൈവശം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുത തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ് ആ വാക്യം? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവൻ്റെ മരണം ആത്മീയ മരണമായിട്ട് മാറുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം മരണതുല്യമായിട്ട് മാറുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ളതായിരിക്കുന്ന പ്രയോജനം? എൻ്റെ മാന്യ ശ്രോതാക്കളെ, ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ ജീവിത പ്രത്യാശയിൽ
അതിൻ്റേതായിരിക്കുന്ന നന്മയിൽ നമ്മൾ ആകുലരായി തീരുവാൻ കൊണ്ടും ഇടയായി തീർന്നെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിപ്പാൻ കൊണ്ടും സാധ്യമായി തീരുകയുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് അതാണല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവൻ്റെ മരണം ആത്മീയ മരണമാണ്. നമ്മൾ ആത്മീയരെന്ന് പറയുകയും ആത്മീയ കാര്യങ്ങളിൽ മരണത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയെ കൈവരിപ്പാൻ കൊണ്ട് ഇടയായി തീരുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ജയം എന്ന് പറയുവാൻ, വിജയകരം എന്ന് പറയുവാൻ കഴിയുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ശ്രവിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിച്ചു നോക്കണം, എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? ക്രിസ്ത്യ ജീവിതം പരാജയമാണോ? ക്രിസ്ത്യ ജീവിതം ജയമാണോ, വിജയമാണോ? ക്രിസ്ത്യ ജീവിതം പരാജയമാണെങ്കിൽ ആ പരാജയത്തിനുള്ളായിരിക്കുന്ന കാരണങ്ങൾ 4 ഞാൻ ഓർപ്പിച്ചു. അത് 4ലും നമ്മൾ മുൻപോട്ട് പോകുന്നവരാണ് അവയെ വിട്ടുതിരിയേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടും ഇടയായി തീരുന്നു. എങ്ങനെ നമുക്കതിൽ നിന്ന് വിട്ടുതിരിയുവാൻ കൊണ്ടും ഇടയായി തീരും എന്ന് ചോദിച്ചാൽ, നമ്മുടെ ധൂർത്തമായ നടപ്പ്, ജീവിതം നശിപ്പിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന ആത്മീയ ജീവിതം നമ്മൾ മാറ്റിയെടുക്കണം. ഇല്ല എങ്കിൽ മരിച്ചവരെ പോലെ മാത്രമായി മുൻപോട്ട് പോകുവാൻ ഇടയായി തീരും. മരിച്ചവർക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല, അവർക്ക് മറ്റൊന്നും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. അവർ മൗനമായിരിക്കുന്ന നിലയിലൂടെ മാത്രമാണ് മുൻപോട്ട് പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 32-ാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന നന്മയും പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അവയെ അറിയുവാനും കൊണ്ടും ഇടയായി തീരുമ്പോൾ സ്വർഗത്തിലെ ദൈവം വേണ്ടതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മെ നടത്തും എന്നത് സംശയരഹിതമായിരിക്കുന്ന സംഗതിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 32-ാം വാക്യം നോക്കുക. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടതിന് അത്യാവശ്യമായിരിക്കുന്നു എന്ന് അവരോട് പറയുവാൻ കൊണ്ടും ഇടയായി തീർന്നു. നമ്മുടെ ജീവിതം പ്രിയമുള്ളവരെയും വലിയവനായിരിക്കുന്ന കർത്താവ് കണ്ടുകിട്ടിയ ജീവിതമാക്കി തീർക്കുകയാണ്. അവിടെ ധൂർത്തന്മാരോട് ചേർന്ന് നടക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതം. പിന്നെ അനുഗ്രഹീതമായിരിക്കുന്ന നന്മയിൽ നല്ലവനായിരിക്കുന്ന കർത്താവിനോട് കൂടെ നടക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ശരീര രക്തത്തിൽ പങ്കു ചേരാത്തവർ മരണത്തിന് തുല്യരായി പരാജയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നവരാകുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ക്രിസ്തുവിൻ്റെ ശരീരരക്തത്താൽ പങ്ക് എനിക്ക് എന്താണുള്ളത്, ഞാൻ എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. നമുക്ക് നോക്കാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുവാൻ കൊണ്ടും ഇടയായി തീർന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, യേശു അവരോട് പറഞ്ഞത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല, നിങ്ങൾ മരിച്ചവരെ പോലെ മാത്രമായിരിക്കും. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 2 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. മനുഷ്യപുത്രൻ്റെ മാംസം അവൻ്റെ രക്തവും തിന്നുകയും കുടിക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ കടിച്ചു കീറുക എന്നുള്ളതല്ല. പ്രത്യുത താൻ പറഞ്ഞതായിരിക്കുന്ന വാക്കുകളെ അനുസരിച്ച് തൻ്റേതായിരിക്കുന്ന ആത്മീയ അഭിവൃദ്ധിയിൽ നമ്മൾ ജീവിതത്തെ മുൻപോട്ട് ക്രമീകരിപ്പാൻ കൊണ്ടും ഇടയായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പങ്കാളിത്തം വഹിപ്പാൻ കൊണ്ടും ഇടയായി തീരാത്തവർ മരണതുല്യരായി തന്നെ ജീവിതം നയിപ്പാൻ കൊണ്ടും ഇടയാകും. ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ അത് പ്രത്യേകത്താൽ രീതിയിൽ പറഞ്ഞു കൊടുക്കുവാൻ കൊണ്ടും ഇടയായി തീരുന്നുണ്ട്. എന്താണ്? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. 3 പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമുക്ക് അനുഭവിപ്പാൻ കൊണ്ടും ഇടയായി തീരുന്നത്. ഒന്ന്, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. എങ്ങനെ? പാപത്തിൽ മരിച്ചു.
നാം പാപിയായിരുന്നു, ആ പാപത്തിൽ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ താഴ്ത്തപ്പെടുമ്പോൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യമാണ് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. ആ വെള്ളത്തിന് മുകളിലേക്ക് നമ്മൾ പൊന്തി വരുമ്പോൾ നമ്മളെ കാണുവാൻ കൊണ്ടവിടെയായിത്തീരുന്നത് ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചിരിക്കുന്ന പ്രത്യേകതയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ പ്രത്യേകമായിരിക്കുന്ന നന്മ കണ്ടെത്തുവാൻ കൊണ്ടും ഇടയായി തീരണം. അവൻ്റെ ശരീരത്തിൽ പങ്കാളിയാകണം, അവനോട് ചേരുന്നവരായിരിക്കണം, അവനുമായിട്ടുള്ളായിരിക്കുന്ന ബന്ധം പുലർത്തുന്നവരായിരിക്കണം, അവൻ്റെ കൽപ്പനകളെ അതേ നിലയിൽ അനുസരിക്കുന്നവരായിരിക്കണം. മൂന്നാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ മരിച്ചവരാണ്. ആത്മീയ മരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ മരിച്ചവരാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. റോമാലേഖനത്തിലേക്ക് നമുക്ക് നോക്കാം. റോമാലേഖനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം ത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ കൊണ്ടും ഇടയായി തീരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കാണുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ആരുടെ ആത്മാവാണ് ഭരിക്കേണ്ടത്? ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഭരണം നടത്തുവാൻ കൊണ്ടും ഇടയായി തീരണം. ജഡത്തിൻ്റെ ആത്മാവിനെയാണ് ധരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മരണം സുനിശ്ചിതമാണ്. അല്ലെങ്കിൽ ആത്മാവില്ലാത്തതായിരിക്കുന്ന ഒരു ജീവിതമായി പരാജയത്തിൻ്റെതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കൊണ്ടും ഇടയായി തീരും. അങ്ങനെ ഒരു അവസ്ഥ ആയി തീരരുത് ഒരു ദൈവ പൈതലിന്. ദൈവ പൈതൽ ഉത്തേജനമുള്ളവരായിരിക്കണം, ഉണർവുള്ളവരായിരിക്കണം, അവർ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ മരിച്ചവരെ പോലെയുള്ളവരാണ്. അവർക്ക് മരണമാണ്, അവർക്ക് ജീവനില്ലാത്തതായിരിക്കുന്ന ഒരു നടപ്പാണ് അവർ നടക്കുന്നത്. വിശ്വാസി പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ജീവനെ പ്രാപിപ്പാൻ കൊണ്ടും ഇടയായി തീരണം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ അതാണല്ലോ വായിച്ചു തുടങ്ങിയത്. അവിടെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു: നമ്മൾ എന്താണ്? പാപത്തിൽ ജീവിക്കുന്നവർ ആകരുത്, പാപത്തിന് അടിമകളാകരുത്. പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായ നിങ്ങൾ അവനെ ഉയർപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിച്ചറിയുവാൻ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ളതായിരിക്കുന്ന നിലവാരം പുലർത്തുവാൻ തീർച്ചയായിട്ടും ഈ വിധമായിരിക്കുന്ന കേട്ടതായിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടാടുവാനും അതിനെ സ്വീകരിപ്പാനും കൊണ്ടും ഇടയായി തീരണം. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ കൊണ്ടും ഇടയായി തീരുകയുള്ളൂ. ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെതായിരിക്കുന്ന പടുകുഴിയിൽ കോപ്പുകുത്തുവാനിടയായി തീരുന്ന ഒരു കാലമായി ഇത് തീർന്നിരിക്കുകയാണ്. എല്ലാം ഒരു പേരിന് വേണ്ടിയും എല്ലാം പെരുമയ്ക്ക് വേണ്ടിയും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത. ഇനി നമുക്ക് നോക്കാം. അത് 5-ാമതായിട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ. എഫേസ്യ ലേഖനത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ദൈവ പൈതൽ വേർപെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ മരണത്തിൽ കലാശിക്കുന്നവരാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തിരിഞ്ഞു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ നിഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കുക, എത്ര പരിതാപകരമായിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ പ്രിയരെ, എന്നെ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ക്ലാസ്സിനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം: ഏത് കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ്? ജീവൻ്റെ പുതുക്കത്തിൽ ക്രിസ്തീയ ജീവിതത്തെ കൊണ്ടുവരുവാൻ കൊണ്ടും ആഗ്രഹിക്കുന്നവരാണോ? അതോ മരണത്തിൻ്റെതായിരിക്കുന്ന ആ പ്രത്യേകതയിൽ എന്നും തളർന്ന് താളടിയായി ഒരു ചലനവുമില്ലാതെ കിടക്കുന്നതായിരിക്കുന്ന അവസ്ഥയിലാണോ എന്ന് ചിന്തിക്കണം. നമ്മൾ വേർപെട്ടവർ എന്നുള്ളതായിരിക്കുന്ന നിലയിൽ വലിയവനായിരിക്കുന്ന കർത്താവ്
നമ്മെ സ്നേഹിപ്പാൻ തക്കവണ്ണം മതിയായവനാണ്. നമുക്ക് അഞ്ചാമതായി കാണുന്നത് പാപത്തിൽ ഉറങ്ങുന്നവരാകരുത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എന്തായി തീരരുതെന്നാണ് പറയുന്നത്? പാപത്തിൽ ഉറങ്ങുന്നവർ ആയി തീരരുത്. പാപത്തിൽ ഉറങ്ങുന്നവർ ആയി തീർന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം പരാജയമാകും. പരാജയ ജീവിതമല്ല ഒരു വിശ്വാസിക്ക് വിജയകരമായിരിക്കുന്ന ജീവിതമാണ് അനിവാര്യമായി തീരേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വലിയവനായിരിക്കുന്ന കർത്താവ് നന്മയെ കൊണ്ടു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കാൻ എനിക്ക് കഴിയുകയില്ല, വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ജീവിതം കാമാസക്തിയിൽ കുടുങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീരരുത്. നാം ആരെന്ന് നമ്മെ തന്നെ കണക്കാക്കണം. ഇല്ല എങ്കിൽ കൃഷിജീവിതം പരാജയപ്പെട്ടു പോകും. നാം ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അല്ലെ ജനിച്ചവളാണ് എന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരണം. പിന്നീട് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവപുത്രൻ ഇല്ലാത്തവൻ മരിച്ചവൻ തന്നെയാണ്. അവരുടെ ജീവിതം അന്ധകാരപൂർണമാണ്. അവരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, അവരെ ആ തീപ്പൊയിലേക്ക് തള്ളിക്കളയുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയില്ല. എന്നാൽ സ്വർഗീയമായിരിക്കുന്ന ഒരു നന്മയും സ്വർഗീയമായിരിക്കുന്ന ഒരു അനുഗ്രഹവും സ്വർഗീയമായിരിക്കുന്ന ഒരു പദവിയും സ്വർഗീയ കൂട്ടായ്മയും ബന്ധവും ദൈവ പൈതലിന് മാത്രമേ ഉള്ളൂ. ആ ദൈവ പൈതൽ എന്തായിത്തീരും? ആ ദൈവ പൈതൽ ജീവിതത്തിൽ പരാജയപ്പെടുകയല്ല, ജീവിതത്തിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ വിജയം നമ്മുടെ വിജയമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പോലെ പറയുവാൻ കഴിയുള്ളൂ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന്. ആ ജീവിതം അനുഗ്രഹത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. അതിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, മതപരമായ വൻകാര്യങ്ങൾ ചെയ്യുന്നവനെങ്കിലും തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ഒരിക്കലും ജീവിതത്തിൻ്റെ പുതുക്കത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മുടെ ജീവിതം മതപരമായതായിരിക്കുന്ന വൻകാര്യങ്ങൾക്ക് വില കൊടുത്ത് അതിൻ്റെ പിന്നാലെ ഓടുക എന്നുള്ളതല്ല, ക്രിസ്തുവിന് വേണ്ടി ഓടുക എന്നുള്ളതാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നോക്കുക. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിൻ്റെ ഏതാത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷെങ്കിൽ നീ ആരാണ്? മരിച്ചവനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം പേരുകൊണ്ട് മാത്രം അതിനെ പ്രസിദ്ധമാക്കുവാൻ ഇടയായി തീരുന്ന ഒരു വസ്തുതയല്ല എന്നുള്ളത് ഓർക്കണം. ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു, ഒരു നല്ല പേര് കിട്ടി, മർക്കോസ് എന്നോ ലൂക്കോസ് എന്നോ പത്രോസ് എന്നോ ഏതെങ്കിലും ഒരു പേര് ലഭ്യമായി തീരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയില്ല. ക്രിസ്ത്യ ജീവിതം വിജയകരമായിരിക്കുന്ന നന്മയുടെ പ്രത്യേകമായിരിക്കുന്ന അളവിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കൊണ്ട് ഇടയായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ വരിക്കുന്നവരായി തീരണം, ധരിക്കുന്നവരായി തീരണം, ക്രിസ്തുവുമായിട്ട് ബന്ധം പുലർത്തുന്നവർ തന്നെ ആയിരിക്കണം. അതിന് എന്തു ചെയ്യണം? ദൈവകരുണയുടെ പ്രവൃത്തികൾ എന്താണെന്ന് നമ്മളൊന്ന് അറിയുവാൻ കൊണ്ടും ഇടയായി തീരണം. ദൈവ കരുണയുടെ പ്രവൃത്തി എന്താണ് എന്ന് അറിയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്.
അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് പറയുന്നത്? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ച് വാത്സല്യമുള്ള തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഇതിൽ കൂടുതൽ എന്താണ് ഒരു വിജയം വേണ്ടത്? നമ്മുടെ ആഗ്രഹം അത് തന്നെയല്ലേ? ഒരിക്കലും പരാജയത്തിൻ്റെ ആ ഭയങ്കരമായിരിക്കുന്ന കുഴിത്താണ്ടിലേക്ക് പോകുവാനിടയായി തീരാതെ സ്വർഗത്തിന് അവകാശിയായി തീരുവാൻ എന്നെയും നിങ്ങളെയും വലിയവനായിരിക്കുന്ന കർത്താവ് ഒരുക്കുന്നുണ്ടെങ്കിൽ, എന്നെയും നിങ്ങളെയും അതേ കാണിക്കുന്നുണ്ടെങ്കിൽ, നിലനിർത്തുന്നുണ്ടെങ്കിൽ ദൈവകരുണയുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുന്നവർ തന്നെ ആയിരിക്കണം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് യോഗ്യമാവണ്ണം ജീവിക്കുവാൻ ശ്രമിക്കണം. അപ്പോൾ വിജയം കൈവരിപ്പാനിടയായി തീരും. ദൈവകരുണയുടെ പ്രത്യേകതയാണ് നാം ജീവിച്ചിരിക്കുന്നത്, നാം ഈ നിലയിൽ നിൽക്കുന്നത്, നാം ദൈവത്തിന് മഹത്വം കരയേറ്റുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവികമായിരിക്കുന്ന ചിന്തകൾക്ക് പാത്രങ്ങളായി തീരുന്നത്, ദൈവകരുണയ്ക്ക് നമ്മൾ അനുകാരികളായി തീരുവാൻ കൊണ്ടും ഇടയായി തീരുന്നത് എന്തുകൊണ്ടാണ്? ദൈവകരുണയുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി മുൻപോട്ട് പിടിക്കുവാൻ കൊണ്ടും ഇടയാകണം. ഇല്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം പരാജയത്തിൽ തന്നെ ആയിരിക്കും. ക്രിസ്ത്യ ജീവിതം പരാജയത്തിലല്ല, ക്രിസ്ത്യ ജീവിതം വിജയത്തിലേക്ക് തന്നെ ആയിത്തീരുവാൻ ഇടയായിത്തീരേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം മരണത്തിൻ്റെയും ന്യായവിധിയുടെയും നാശത്തെ മാറ്റി നമ്മോട് കരുണ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായി എന്ന് നമുക്ക് നോക്കണം. 4 കാര്യങ്ങൾ നമുക്കതിനകത്ത് ചിന്തിക്കുവാനുണ്ട്. 1, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. പരാജയത്തിൽ നിന്ന് നന്മയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കൊണ്ടും ഇടയായി തീരുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് വിജയകരമാക്കി തീർക്കുവാൻ കൊണ്ടും ഇടയായി തീർന്നിരിക്കുന്നത്? വിജയകരമാക്കി തീർക്കുവാൻ ഇടയായി തീർന്നിരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നുള്ളതാണ്. നാം ആരായിരുന്നു? മരിച്ചവരായിരുന്നു. പരാജയത്തിൽ നാം പൊതഞ്ഞവരായിരുന്നു, പരാജയത്തിൽ നിബന്ധിച്ചവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. എഫേസ്യ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ചു. അതിൻ്റെ 6-ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, വലിയവനായിരിക്കുന്ന കർത്താവ് നാം എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി ഏവർക്കും പിതാവുമായവൻ ഒരുവൻ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരോടും കൂടി ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച നമ്മെ പരാജയത്തിലേക്ക് തള്ളുവാനല്ല, വിജയത്തിലേക്ക് നടത്തുവാനായിട്ടാണ് നല്ലവനായിരിക്കുന്ന കർത്താവ് ഇത് ചെയ്യുവാൻ കൊണ്ടും ഇടയായി തീർന്നിരിക്കുന്നത്. അതിൻ്റെ 6-ാം വാക്യത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ എവിടെ ഇരുത്തി? നമ്മളെ സ്വർഗത്തിലിരുത്തി. പരാജയപ്പെട്ട ഒരു വ്യക്തിക്ക് സ്വർഗത്തിലിരിപ്പാൻ കഴിയുകയില്ല. പരാജയപ്പെട്ട ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോട് ചേരുവാൻ കഴിയുകയില്ല. പരാജയപ്പെട്ട ഒരു വ്യക്തിക്ക് ക്രിസ്തുവുമായിട്ടുള്ളായിരിക്കുന്ന ബന്ധത്തിൽ തുടരുവാൻ കഴിയുകയില്ല. എന്നാൽ വിജയകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നപ്പോൾ നമ്മെ വലിയവനായിരിക്കുന്ന കർത്താവ് ജീവിപ്പിച്ചു, നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു, സ്വർഗത്തിൽ നമ്മെ ഇരുത്തി. പിന്നെ ഒന്നുകൂടുണ്ട്. അതിൻ്റെ 7-ാം വാക്യം 4-ന്റെ 7 വായിക്കുമ്പോൾ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കുവാൻ നമ്മെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. നമുക്കൊരു വലിയ സാക്ഷ്യം ഈ ദേശത്തിന്മേൽ പുലർത്തുവാൻ കൊണ്ടും ഇടയായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ആ സാക്ഷ്യം പുലർത്തി മുൻപോട്ട് പോകുവാൻ ഇടയായി തീരുന്ന ദൈവത്തിൻ്റെ പൈതലിനെ സർവശക്തനായിരിക്കുന്ന കർത്താവ് കാക്കും, അവരെ പുലർത്തും, അവരെ നടത്തും എന്നത് സംശയരഹിതമായിരിക്കുന്ന ഒരു കാര്യമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആകയാൽ ഇന്നത്തെ ഈ പ്രത്യേകമായിരിക്കുന്ന ക്ലാസ്സിൽ സംബന്ധിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം പരാജയത്തിൻ്റെതായിരിക്കുന്ന വഴിയിലേക്ക് തിരിയുകയല്ല, വിജയത്തിൻ്റെതായിരിക്കുന്ന സോപാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കൊണ്ടും ഇടയായി തീരണം. അതിന് ചെയ്യേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിശ്വാസി ചെയ്യണം. ചെയ്തില്ല എങ്കിൽ
അവരെന്ത് ചെയ്യും? അവർ പരാജയപ്പെട്ടു പോകും. അങ്ങനെ ഒരു പരാജയമല്ലല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചുവെങ്കിൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ചുവെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മൾ സാക്ഷീകരിക്കണം. സ്വർഗരാജ്യത്തിൽ നമുക്കൊരു അവകാശം തന്നിട്ടുണ്ടെങ്കിൽ ആ അവകാശം നമ്മൾ സ്ഥാപിച്ചെടുക്കുവാൻ കൊണ്ടും ഇടയായി തീരണം. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പദവി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടും സംഗതിയായി തീരണം. മാത്രമല്ല തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കുവാൻ നമ്മെ ഒരുക്കണം. അത് നമ്മുടെ സാക്ഷ്യമായിരിക്കണം. ആ സാക്ഷ്യം നമ്മൾ പുലർത്തുവാൻ കൊണ്ടും ഇടയായി തീരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? വിജയികളായി തീരുവാനിടയാകും. ക്രിസ്ത്യ ജീവിതം പരാജയമല്ല, ക്രിസ്ത്യ ജീവിതം വിജയകരമായി തന്നെ കൊണ്ടുപോവുകയാണ്. ഇന്നിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തിന് പലവിധമായിരിക്കുന്ന പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയങ്ങളിൽ നിന്ന് വിമുക്തി നേടുവാൻ കൊണ്ടും ഇടയായി തീരേണ്ടതായിരിക്കുന്ന വചനമാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് ഉപദേശിച്ചു തരുവാൻ കൊണ്ടും ഇടയായി തീർന്നത്. ആ വചനത്താൽ നമ്മെ ശക്തീകരിപ്പാനും ആ വചനത്തിൻ്റെ നിൽപ്പിനാൽ നമ്മെ നിലനിർത്തുവാനും നമുക്ക് തരുന്നതായിരിക്കുന്ന ഈ ആയുസ്സിനെ തികച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനും സർവശക്തനായിരിക്കുന്ന കർത്താവ് ഈ ആഴ്ചത്തെ ഈ പ്രത്യേകമായിരിക്കുന്ന ക്ലാസ് മുഖാന്തരം ഇടയാക്കി തീർക്കട്ടെ. ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം പരാജയമല്ല, ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം വിജയകരം തന്നെയാണ്. ആ വിജയകരമായിരിക്കുന്ന ജീവിതം നയിക്കുവാനുള്ളതായിരിക്കുന്ന ചില പ്രത്യേകതകളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുവാൻ കൊണ്ടും ഇടയായി തീർന്നത്. അത് വരും ദിവസങ്ങളിൽ പാലിച്ചു മുൻപോട്ട് പോകുവാൻ ഇടയായി തീരുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രതിഫലം നല്ലവനായിരിക്കുന്ന ദൈവം ഒരുക്കുകയും ചെയ്യും. ആ പ്രതിഫലത്തിൻ്റെ അവകാശി ഞാനും നിങ്ങളുമായി തീരുവാൻ ഇടയായി തീരണമെങ്കിൽ പിന്നെയും പരാജയത്തിലല്ല വിജയത്തിലേക്ക് തന്നെ നമ്മൾ ആയിത്തീർന്ന് ദൈവികമായിരിക്കുന്ന നന്മയ്ക്ക് പാത്രമായി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ ക്ലാസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് വഴിയൊരുങ്ങട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനുമുള്ളതായിരിക്കുന്ന സാവകാശമുണ്ട്. അതിനുവേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. എല്ലാവരും ഒരുക്കത്തോട് ക്ലാസ്സിൽ സംബന്ധിക്കുക. കാൽവറി മിനിസ്ട്രിയുടെ ഈ പ്രത്യേകമായിരിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി അനവധി പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിജയിക്കാനുള്ളതാണ്, പരാജയപ്പെടാനുള്ളതല്ല. എന്നാൽ ഇന്നും അനേകർ പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുത തന്നെയാണ്. നാം ഇന്ന് കേട്ടതുപോലെ അതിനെ കാരണങ്ങളെ കണ്ടെത്തി ആ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹകരമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, പരാജയത്തിൻ്റെ കണക്കുകൾ ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാം. എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് ഇനിയും പറയാതിരിക്കട്ടെ. നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ജീവിതത്തിന്, അടുത്ത തലമുറയ്ക്ക് നമ്മുടെ നേട്ടം, നമ്മുടെ വിജയം ഒരു മാതൃകയായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് വളരെ അനുഗ്രഹീതമായ നിലയിൽ കർത്താവിൻ്റെ ദാസന് ആ ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. അടുത്ത ആഴ്ചയിൽ അതിൻ്റെ അടുത്ത എപ്പിസോഡ് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, താങ്കൾ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു ദൈവപൈതലാണ് എങ്കിൽ ഈ ചോദ്യം കർത്താവ് നിങ്ങളോട് ചോദിക്കും. എന്തുകൊണ്ട് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ടു പോയി? എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ, ചില മേഖലകളിൽ നിങ്ങൾ പരാജയപ്പെട്ടു? ഈ ചോദ്യം കർത്താവ് ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കും. അന്ന് ഏകനായി നിന്ന് അതിന് മറുപടി കൊടുക്കേണ്ടത് അടിയന്തരമായ ആവശ്യമാണ്. എന്നാൽ ഇന്ന് ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം പരാജയമാണോ വിജയമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വിജയത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുവാൻ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ നമുക്കിടയായിത്തീരണം. എന്നാൽ സ്നേഹിത, താങ്കൾ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ക്ലാസ്സുകൾ, ഈ വചനം നിങ്ങളോടാണ്. നിങ്ങളുടെ ജീവിതം ഒരു വലിയ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരാജയമാണ്. അവിടെ നിന്ന് മടങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരേ ഒരു മാർഗം, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുക.
കർത്താവെ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അങ്ങ് ക്രൂശിൽ മരിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങേ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ സകല പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കണം. അങ്ങയുടെ പുസ്തകത്തിൽ എൻ്റെ പേരും എഴുതണം. ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന് കാരണമായി തീരട്ടെ. ഈ തീരുമാനമെടുത്തവർ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടാം. ഞങ്ങളുടെ നമ്പരും കാര്യങ്ങളും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ വീഡിയോസ്, പല പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ വരവതാമസമെങ്കിൽ അടുത്തയാഴ്ച അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ശ്രേഷ്ഠമായ ഈ സമയത്തിനായിട്ട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരുന്ന് അവിടുത്തെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ പവിത്രതയുള്ളതായി വിജയകരമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ പോലും പരാജയപ്പെട്ടു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ കർത്താവെ. ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. അവിടുത്തെ ദാസനായിട്ട് സ്തോത്രം, വചനം നൽകിയതിനായിട്ട് സ്തോത്രം. മേൽക്കുമേൽ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ഗാനം ആലപിച്ച, കീബോർഡ് വായിച്ച സൗകര്യങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. വീണ്ടും വചനം പഠിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.